എത്ര വെളുക്കാത്ത പല്ലും സിമ്പിളായിട്ട് ഒരൊറ്റ പല്ല് തേക്കലിലൂടെ വെളുപ്പിച്ചെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഈ മുറുക്കാനൊക്കെ കൂട്ടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, മുറുക്കാനൊക്കെ തേച്ചിട്ട് പല്ലിൽ ഭയങ്കരമായിട്ട് കറ വീണേക്കുന്നത്. അതുപോലെ കുട്ടികളുടെയൊക്കെ പല്ലിൽ ഭയങ്കരമായിട്ട് കറയൊക്കെ വന്നിട്ട് പല്ല് തേച്ചാലും ആ ഒരു കറ പോകാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അതുപോലെ മഞ്ഞക്കറ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പല്ലുകൾ ഇതുപോലെ നിങ്ങളെ അമ്മമാർ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ ഒക്കെ പല്ലൊന്ന് തേപ്പിച്ച് കൊടുത്ത് നോക്കട്ടോ. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുകളുടെയും പല്ലൊക്കെ ആണെങ്കിലും മുറുക്കാൻ ചവയ്ക്കുന്നൊക്കെ ആളുകളുടെയൊക്കെ പല്ലിലെ കറയൊക്കെ പെട്ടെന്ന് കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ടത് ഒരു ചിരട്ടയാണ് കേട്ടോ. ചിരട്ട നമ്മുടെ പല്ലിലെ നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ടും നമുക്ക് പല്ലിൽ നല്ല ഉറപ്പ് കിട്ടാനൊക്കെ ആയിട്ടും ചിരട്ടക്കരി നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ചിരട്ട നമുക്കതൊന്ന് കത്തിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ മുകളിൽ തന്നെ വെച്ചിട്ട് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുപ്പിൽ തീ കത്തിക്കുന്നൊക്കെ വീടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കത്തിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് വീട്ടിൽ ഇതുപോലെ അടുപ്പൊന്നുമില്ല, നമുക്ക് ഗ്യാസ് അടുപ്പാണെങ്കിൽ ഇതുപോലെ ഒന്ന് കത്തിച്ചെടുത്ത് നോക്കട്ടോ. ഇപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുവാണെങ്കിൽ കത്തി പിടിക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. പിന്നെ കുട്ടികൾക്കാണ് ഈ പണി ചെയ്യണമെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ ചോട്ടിൽ നിന്ന് മാറിപ്പോയിട്ട് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കത്തിച്ചോളാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ നമുക്കിപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. നമ്മൾ 2-3 കുട്ടികളൊക്കെ ഉള്ളട്ടിലാണെങ്കിൽ ഒരു ചിരട്ടക്കരി ഫുള്ള് എടുക്കാം കേട്ടോ. ഞാനിപ്പം ഇതിപ്പം കത്തി വരുമ്പം ചിലപ്പോൾ പകുതിയായപ്പോൾ കെട്ടുപോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്ന് വെച്ചാൽ പകുതി കരിയിലിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇപ്പോൾ പകുതിയോളം ഇതുപോലെ ഒന്ന് കത്തി വന്നപ്പം ഞാനതൊന്ന് കിടത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പകുതിയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മോണപ്പഴുപ്പ്, അതുപോലെ മോണയിൽ നീർക്കെട്ടൊക്കെ വീഴുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ പല്ലിൽ മോണപ്പഴുപ്പും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതി എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ തരിതരിപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് തരി ആവാതെ നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് തരി ഉണ്ടെങ്കിൽ നല്ലതാണ്. പല്ലിൽ നമുക്കത് നല്ല കറയൊക്കെ ആണെങ്കിൽ ആ തരി ഉള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2-3 കൂട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഒരു ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങയുടെ നമുക്ക് ഇത്ര ചെറുനാരങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ചെറുനാരങ്ങ നമുക്ക് 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഒത്തിരി ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത്തിരി ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 2-3 കുട്ടികൾക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മുറിച്ചേക്കുന്നതിൻ്റെ പകുതി നാരങ്ങയുടെ പീസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 4 ഭാഗമാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പം ഒഴിവ് ദിവസങ്ങളിലൊക്കെ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് കുട്ടികളെ വീട്ടിൽ കിട്ടുന്ന ദിവസങ്ങളിൽ രാവിലെ പിടിച്ചോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പല്ല് വെളുത്ത് സുന്ദരനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഇത്തിരി നാരങ്ങ നീര് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് അത് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഐറ്റം ചേർക്കാനുണ്ട് കേട്ടോ. അതെന്നാണെന്നറിയുമോ, ഉപ്പാണ് കേട്ടോ. മോണയിലെ നീർക്കെട്ട് മോണപ്പഴുപ്പൊക്കെ ഉള്ള ആളുകൾ, പല്ല് കറുത്തിരിക്കുക, പല്ലിൽ കറയാന്ന് ഓർക്കണ്ട, നമുക്ക് മോണയ്ക്ക് നീർക്കെട്ട് വീഴുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, മോണപ്പഴുപ്പൊക്കെ ഉള്ള ആളുകൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് കേട്ടോ. നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി നമുക്കൊരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പല്ലിൽ ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. നല്ല നിറം വെക്കോട്ടെ പല്ലിന്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം നന്നായിട്ട് ഇത്രയും 3-4 ഐറ്റംസും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് നമ്മൾ ഒരു തവണ രാവിലെ കുട്ടികൾക്ക് തേപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ല് നല്ല രീതിയിൽ തന്നെ നിറം വെക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പം സോഡാപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ തേക്കുമ്പോൾ എന്ന് പറയുമ്പം അത് പല്ലിനെ ദ്രവിക്കൽ കൂടുതൽ വരും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് കുട്ടികളുടെ പല്ല് വെളുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല മുറുക്കാനൊക്കെ ചവച്ചിട്ട് പല്ലിൽ കറിയൊക്കെ ഉള്ള ചേട്ടന്മാരെയൊക്കെ ഒന്ന് ഇതുപോലെ എടുത്തിട്ടൊന്ന് പല്ല് തേച്ച് നോക്കട്ടോ. റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പം നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പേജ് ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം ആണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ബൈ.